ചേട്ടാ ഇപ്പളെ 10 സുസ്മിതക്ക് എൻ്റെ അടുത്തൊരു നോട്ടുണ്ട്. ഏത് സുസ്മിത? മറ്റേ സുസ്മിത 10 എടാ എങ്ങനെ ഒന്ന് സെറ്റാക്കണേ. സുസ്മിത ഞാൻ സെറ്റാക്കടാ. നിന്റെ സഹായം വേണ്ട, കിട്ടിയോടത്തോളം മതി. എടാ നീ എങ്ങനെയെങ്കിലും സുസ്മിതനൊന്ന് സൈക്കോ. നടക്കോട്ടെ. നിർത്തുകൊണ്ട ഈ ഭാഷ കിട്ട്. ഇനി നീ സ്കൂളിന്റെ പടി കാണില്ല. ടീച്ചറെ പിന്നെ സ്പെഷ്യൽ ക്ലാസ് വെക്കാണ്ട് പറ്റില്ല കേട്ടോ. പോർഷൻസ് ഒക്കെ ബാക്കിയാണ്. John, keep it up. Very good. 98 out of 100. താങ്ക് യു ടീച്ചർ. You're welcome. കണ്ട Anjali. മാറാ. Hema. നോക്കി പോടാ. Srikanth. 2 മാർക്ക്. ഞാൻ തിന്നടാ. Ajana. നിന്റെ പേപ്പർ ഒന്ന് കാണിച്ചേ. അനിത. കാണിച്ചേ. അനിത വന്നിട്ടില്ല ടീച്ചറെ. അനിത അവിടെ പോയടാ. She's absent. ആ അതൊക്കെ പോട്ടെ. എടാ നമ്മുടെ മസിന്റെ കൂടി ട്രിപ്പിന്റെ കാര്യം പറ. അത് നടക്കില്ലടാ. എടാ എന്താ നടക്കാത്തെ? എടാ വണ്ടിയും ഫണ്ടും സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. രോഹിണി. നീ ഒന്ന് വന്നാ മതി. എടാ ഞാൻ റെഡി. എടാ വാടാ. എടാ നമ്മൾ തമ്മിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്, അത് നിനക്കും അറിയാം. Melvin. എടാ ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്കും അതെല്ലാം സെറ്റാവും. വാടാ. എടാ ഞാനിപ്പോഴാ ആലോചിച്ച്, എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ട്, അതിലെങ്കിലും 2 മാർക്ക് പിടിക്കണം. ശ്രീലക്ഷ്മി. നീയേ വരണ്ട, അവിടെ ഇരുന്നാ മതി. എന്താടാ? എടാ വാടാ. നോക്കാം. അത് മതി. മാത്യു. എന്താടോ ഇത്? താൻ ഇങ്ങനെയാണോ കൊല്ലപരീക്ഷ എഴുതാൻ പോകുന്നത്? തന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലല്ലോ. താൻ ഒന്ന് ശ്രമിച്ചാൽ തനിക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ശ്രമിക്കില്ലല്ലോ ടീച്ചറെ. നോക്കട്ടെ എത്ര മാർക്ക് കിട്ടി കാളമത്തായിക്ക്. 30. നിർത്തി വല്ല പണിക്കും പോയിക്കൂട്ടാ. ജോണിന്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഗുണമൊന്നും തനിക്ക് കാണാനില്ലല്ലോ. വെറുതെ സ്കൂളിന്റെ പേര് കളയാനായിട്ട്. അല്ലെങ്കിലും ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പൊന്നും ഇവന്റെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇവന്റെ 2 ചേട്ടന്മാര്, മൂത്തവൻ 4ാം ക്ലാസ് വരെ, രണ്ടാമത്തെ മിടുക്കനായിരുന്നു കേട്ടോ. അവൻ 5ാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചർമാരെ സമയം കളഞ്ഞു. ഇവനിപ്പോ +2 വരെ എത്തി. ആരെങ്കിലും കോപ്പി അടിച്ചിട്ടാവും. വില്ലംപറമ്പിലെ ചവറ എന്തിനാടാ ഈ സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത്? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാളെ കൊണ്ട് ചവിട്ടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പശുക്കളെ ഗർഭം ധരിപ്പിക്കലായിരുന്നു ഇവന്റെ അപ്പൻ കാളവർക്കിയുടെ പണി. നിനക്കും ആ പണി തന്നെ ചെയ്താ പോരടാ മോനെ. പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ ഒന്ന് പറഞ്ഞോട് മാഷെ, അല്ലാതെ വീട്ടിലുള്ളവർ പറയാൻ നിൽക്കരുതിട്ടാ. വിവരം അറിയും നിങ്ങള്. വേണ്ട മാഷെ. ജോണെ മാഷെ വേണ്ട മാഷെ. മതി മാഷെ. മതി മാഷെ. വേണ്ട മാഷെ.